पहचाने झूठी है। വന്നിരിക്കുന്ന അമ്മണി എന്തിനാ മോളെ രാത്രി നീ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചന്ദ്രനിൽ പോണം. അവിടെ പോണം, എനിക്ക് വലിയ ആഗ്രഹമാ. നീ എന്താ അമ്മണി ഈ ലോകത്തൊന്നും ജീവിക്കുന്നത്? നിനക്ക് ചന്ദ്രനിൽ പോകണമെന്ന് നടക്കുന്ന കാര്യമാണോ? പണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്പിളിയമ്മാനും പിടിച്ചതാന്ന്. ഇപ്പൊ വേണ്ട കറക്റ്റ് ജീവിതത്തിൽ വന്നല്ല അങ്ങനെ. എന്താ പോകാൻ പറ്റത്തില്ലേ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നാളെ എങ്ങനെ ജനശതാബ്ദി കയറിപ്പോ അല്ലെങ്കിൽ രാജധാനി കയറിപ്പോ, ഞാൻ ടിക്കറ്റ് എടുത്തു തരാം. മോള് മതിയെ പൊയ്ക്കോ. മോളെ നീ എന്ന് വലുതായി കഴിഞ്ഞാൽ നിനക്ക് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ. പഠിച്ച് വലിയ ആളാകും, അപ്പോൾ നിനക്ക് അങ്ങനെ പോകാൻ പറ്റും. നീ ഇപ്പം ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ പോകാൻ പറ്റുന്നുണ്ട്? സുനിത വില്യംസ് ഒക്കെ പോയാൽ കേട്ടില്ലേ? അതുപോലെ നേരെ പോകാൻ പറ്റും വലുതാകുമ്പോൾ. ഇപ്പം ഈ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ നിനക്ക് എങ്ങനെ പോകും? എന്നും ഇങ്ങനെ അമ്മണി ഇവിടെ ഒന്ന് ചന്ദ്രനെ നോക്കി വിഷമിച്ചിരിക്കും. കർത്താവ് ദിവസം മാത്രം ഉണ്ട് അവള് വീട്ടിൽ ഇരിക്കുന്നത്, ബാക്കി എല്ലാ ദിവസവും രാത്രിക്ക് പോരും. എൻ്റെ അമ്മണി ഇങ്ങനെ വന്ന് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പറ്റത്തില്ല കേട്ടോ. ഇപ്പം എന്തായാലും വീട്ടിലോട്ട് നടക്കുന്നീ അവളും അവളുടെ ഒരു ചന്ദ്രനും. പോയിരുന്നൊക്കെ പറഞ്ഞു കേട്ട്. എടി എടി നീ അമ്മണി, നീ എന്തോ ദിവാസ്വപ്നം കാണുമോ നിൽക്കുന്നത്? ഓ നിങ്ങൾക്കെന്താ ഞാൻ ഇവിടെ ഇരിക്കുന്നതിനോ? എന്തിനാ അമ്മണി നിന്നെ വഴക്ക് പറഞ്ഞില്ലേ? ഓ ഒന്നും പറയണ്ട, എനിക്കാണെങ്കിൽ ഭയങ്കര ആഗ്രഹം ചന്ദ്രനിൽ പോകണമെന്ന്. എന്റെ അച്ഛനും അമ്മയ്ക്ക് പക്ഷെ വിടത്തില്ല എന്നെ. ചന്ദ്രനിൽ പോകാനോ? എങ്ങനെ പോകും? എന്റെ അച്ഛനും അമ്മ വിടാത്തെ? എന്റെ പൊന്നി, ഈ പെണ്ണ് മുഴുത്ത വട്ടാണോ? നീ എന്താ നീ പറയുന്നത്? ചന്ദ്രന് നിന്റെ അച്ഛനും അമ്മ നിന്നെ വിടത്തില്ലെന്ന് നീ എങ്ങനെ പോകാനിരിക്കുന്നത്? അതാദ്യം പറ. അതോ അതൊക്കെ ഞാൻ എങ്ങനെയെന്ന് പൊക്കോളാം, പക്ഷെ എന്നെ വിട്ടാ മതി. അതിനൊരു വഴിയുണ്ട്. ഒരു അമ്മൂമ്മ എന്നെ ചന്ദ്രനിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ അച്ഛനമ്മയോട് പറഞ്ഞിട്ടില്ല, പക്ഷെ ആ കാര്യം എനിക്ക് ചന്ദ്രനിൽ പോകുന്ന ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഒരു അമ്മൂമ്മ എന്നെ കൊണ്ടുപോകുന്ന കാര്യം മാത്രം ഞാൻ പറഞ്ഞില്ല. എടി ഞങ്ങളെ കൊണ്ടുപോടി. ചേച്ചി ഞാനും വരുന്നുണ്ട്. എടി നിന്നെ പറ്റിച്ചായിരിക്കടി അവര്. പിന്നെ അവർക്കെന്താ നാസയിലല്ലേ ജോലി, നിന്നെ എനിക്ക് ചന്ദ്രനിൽ കൊണ്ടുപോകാൻ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, എന്നോട് വായിരുന്നു വൈകിട്ട് നമുക്ക് അമ്മൂമ്മയുടെ വീട്ടിൽ പോവാം. അവളുടെ ചെറിയൊരു കുടില. നിങ്ങൾക്ക് അവരെ നേരിട്ട് കാണുമ്പോൾ കാര്യം മനസ്സിലാവുമല്ലോ. ശരി ശരി, ഞങ്ങൾ വരാം. ഞാനെന്നാ വീട്ടിൽ പോവാ, വീട്ടിൽ പോയി കുളിച്ചിരിഞ്ഞിട്ട് വരാം കേട്ടോ. ഞാനും പോവാ വീട്ടിലോട്ട്. വാണിയമ്മേ വാണിയമ്മേ, എടി ഇത് തന്നെയാണോ അമ്മൂമ്മയുടെ വീട്? ഇത് തന്നെ. ആ അമ്മൂമ്മ ഈ ഒരു ദിവസം ഈ കുടിലോട്ട് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വരെ വന്നിട്ടുണ്ട്. വാണിയമ്മേ വാണിയമ്മേ. എത്തി. ഇതാര്? അമ്മണിയോ? അമ്മൂമ്മക്ക് എന്നെ ഓർമ്മയുണ്ടല്ലേ? പിന്നെ എങ്ങനെ മറക്കും? മോളൊരു ദിവസം ചന്ദ്രനെ നോക്കിയിരിക്കുന്നത് കണ്ടോണ്ടല്ലേ ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പോഴല്ലേ മോള് പറഞ്ഞ ചന്ദ്രനിൽ പോകാൻ വലിയ ആഗ്രഹമെന്നൊക്കെ. എല്ലാരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല മക്കളെ. എനിക്കാണെങ്കിൽ ഒരു വാഹനമുണ്ട്, അതാണെങ്കിൽ ചന്ദ്രനിൽ പോകുന്നതാ. പക്ഷെ അത് ഈ ഭൂമിയിലുള്ള ആർക്കും അറിയത്തില്ല കാര്യം. അങ്ങനെയും പറയാം. എനിക്ക് ആ വാഹനത്തിൽ കയറി എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഭൂമിയിലോ ചന്ദ്രനിലോ സൂര്യനിലോ ഏത് നക്ഷത്രത്തിൽ വേണമെങ്കിലും അതിൽ കയറി പോകാം. പക്ഷെ അതിനകത്താണെങ്കിൽ ഒരുപാട് പേർക്കൊന്നും കയറാൻ പറ്റത്തില്ല. എനിക്കും പറ്റും, കൂടെ ഒരു 3 പേർക്ക് കൂടെ പറ്റും അതിൽ. ഞാൻ ഇതുവരെ വേറെ ആരെയും കൊണ്ടുപോയിട്ടില്ല. ഇവിടെ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു ഈ അമ്മണി മോളെ. ഇവിടെ പാവം തോന്നി, അങ്ങനെ ഞാൻ എൻ്റെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചത്. എനിക്ക് ചന്ദ്രനിൽ പോയേ പറ്റത്തുള്ളൂ. കൂടെ വേണമെങ്കിൽ 2 പേരെ കൂടെ കൂട്ടിക്കോ. അമ്മൂമ്മേനെ സെലക്ട് ചെയ്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വേറെ 2 പേര് ആര് വേണമെന്ന്. നിക്ക് ഞാൻ ആലോചിക്കട്ടെ ആരെ വേണമെന്ന്. ആ വെള്ളം എടുപ്പിട്ട കുഞ്ഞു മഞ്ചാടിക്കുട്ടിയില്ലേ, അവളും കൂടെ പോരട്ടെ എൻ്റെ കൂടെ. കൊച്ചു പിടിക്ക് എന്റെ കൂടെ പോരെ. ഇനി ഒരാളെയും കൂടെ വേണം. ആ കുട്ടിക്കുറുമ്പൻ പോരട്ടെ. അതെ നമുക്ക് പോവാം. അയ്യോ ഞങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ വരാന്. ഞാനില്ലെങ്കിൽ എനിക്ക് പേടിയാ. പേടിയുള്ളവര് വരണ്ട. ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് പോകാം. ഇന്ന് വൈകിട്ട് പോയിട്ട് ചന്ദ്രനിൽ ചെല്ലുമ്പോഴത്തേക്ക് രാത്രിയാകും.
അവൾ ഒരു ദിവസം തങ്ങിയിട്ട് നാളെ ഒരു ഉച്ചയൊക്കെ കഴിയുമ്പോ തിരിക്കാം. ഓക്കേ. ഹായ്, എന്റെ എത്ര നാളത്തെ ആഗ്രഹം ഇത്. അമ്മണി ചേച്ചിയാണ് ഞങ്ങൾക്കും കൂടെ പോകാൻ പറ്റുമല്ലോ. എന്റെ അഭിപ്രായം എന്താ ഞാൻ പറയട്ടെ, എല്ലാരും കൂടെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോയാൽ മതി എന്ന് എന്റെ അഭിപ്രായം. ചുമ്മാ എടുത്തേടി പോകണ്ടെന്ന് എന്റെ അഭിപ്രായം. അയ്യോ കിങ്ങിണി ചേച്ചി ദൈവത്തെ ഓർത്ത് അച്ഛനും അമ്മയോട് പറയില്ലേ ഞാൻ പോകുന്ന കാര്യം. അച്ഛനും അമ്മ എന്തായാലും വിടത്തില്ല. ഞാനും എന്റെ അമ്മയോട് പറയത്തില്ല. ഞാനും പറയാൻ പോകുന്നില്ല. എന്നാ ശരി ശരി, ഇനി കൂടുതൽ സംസാരം വേണ്ട. നിങ്ങൾ വൈകിട്ടേക്ക് എത്തുക കേട്ടോ. വണ്ടി പോലും കണ്ടില്ലേ ഏത് വണ്ടിയിലാ പോകുന്നതെന്ന്. ഞങ്ങൾക്ക് പോകേണ്ട പേടകൊക്കെ കുടിലിന്റെ പുറവശത്ത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ട്, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളിപ്പോ കാണണമെന്നില്ല. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണു ദൃഷ്ടി വിടും. വൈകിട്ട് വന്ന് കണ്ടാ മതി കേട്ടോ. ഞാനിത് പോയി റെഡി ആട്ടെ. ശരിയാടാ, പോയി റെഡി ആയിട്ട് വാ. എല്ലാരും പോകാൻ തയ്യാറായോ? എന്റെ ദൈവമേ, എന്തൊരു പേടകോ, പേടിയാവുന്നു കണ്ടിട്ട്. സൂപ്പർ പേടകം. ഹായ്, ഞങ്ങൾക്ക് ചന്ദ്രനിൽ പോകാമല്ലോ. ഹായ്, എന്റെ എത്ര നാളത്തെ ആഗ്രഹം ഇപ്പൊ നടക്കാൻ പോകുന്നേ. എനിക്ക് പേടി വരുന്നത് കണ്ടിട്ട്, വണ്ടി കണ്ടിട്ട്. അയ്യോ മാളോട് പേടിക്കട്ടെ, ഞാനുണ്ടല്ലോ. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നിങ്ങൾ ഇങ്ങോട്ട് കയറാൻ നോക്ക്. വരാത്ത രണ്ട് പിള്ളേരങ്ങ് വീട്ടിൽ പോക്കോ. ആരോട് ഇക്കാര്യം പറയാൻ നിൽക്കണ്ട കേട്ടോ. കുട്ടുമനെ സൂക്ഷിച്ചു പോണേടാ. അമ്മണി ചേച്ചി കേട്ടില്ല, അതിന് പേടിക്കണ്ട. പെട്ടെന്ന് ആടാ കുട്ടുമനെ, സമയം കളയാതെ. മഴോട്ട് വേഗം വാ. ആ, ഞാൻ പേടകത്തിൽ കയറാൻ പോവാ. അയ്യോ, അവന്റെ ഒരു ഭാഗ്യം. എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. നീ അവിടെ നിൽക്കേ. ഇതാരാ, ഡ്രൈവറാണോ? മിണ്ടാതിരിക്കും പിള്ളേരെ. അമ്മൂമ്മ പറഞ്ഞു കേട്ടോ, മിണ്ടാതിരിക്കും അവിടെ. ആ, മോളിൽ കൂടെ പോകേണ്ട സ്ഥലം വരുമ്പോ ഒക്കോളൂ. നിങ്ങൾ അവിടെ ഇരിക്കും. ആ, നിന്നെയൊക്കെ ചന്ദ്രനിൽ തന്നെ കൊണ്ടുപോകുന്നേ. മിണ്ടായിരിക്കും പിള്ളേരെ അവിടെ. അപ്പൊ കാര്യം പിടി കിട്ടിയല്ലേ? എവിടെ പോലീസ്? അയ്യോ പോലീസ്! നിർത്തണ വണ്ടി, ഇറങ്ങണ വണ്ടിക്കകത്തോന്ന്. അയ്യോ, നമ്മൾ പെട്ട്. മോനെ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ. മക്കളെ, നിനക്ക് ആർക്കൊന്നും പറ്റിയില്ലല്ലോ. അമ്മൂമ്മ ഇങ്ങോട്ട് മാറിയുന്നേ. നിങ്ങൾ ആള് കൊള്ളാലോ. കൊച്ചു പിള്ളേരെ പിടിച്ചിട്ട് പോകാൻ ശ്രമിക്കുമല്ലേ? ഇവര് ഒരുപാട് പിള്ളേരെ കടത്തിയിട്ടുണ്ട്. ഇടാ, നിനക്കൊക്കെ ഇനിയുടെ ഓർമ്മ വന്നല്ലേ. സാറേ, ഉപദ്രവിക്കണേ, ഞങ്ങളെ വെറുതെ വിടണേ. ആ, മിണ്ടരുത്. നീയൊക്കെ കൊച്ചു പിള്ളേരെ പിടിക്കാൻ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയിട്ട് വെറുതെ വിടാന് ഞാൻ ഒന്നും പറയുന്നില്ല. കേരള, നിനക്ക് നീ ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ട് തരാം. തന്നെ നിങ്ങൾ കയറി ജീപ്പിനകത്ത്, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. കേറ് കേറ്. മക്കളെ, നിങ്ങൾ മൂന്നുപേരും രക്ഷപ്പെടാൻ കാരണം ഇവരുണ്ടേരും എന്നെ അറിയിച്ചത്. കിങ്ങിണിമോൾ ഇന്നലെ രാത്രിയിൽ എന്നോട് ഇങ്ങനെ പറഞ്ഞ്, ഇങ്ങനെ കുട്ടുമനായി ഇങ്ങനെ പോകാനിരിക്കുക, എന്തോ ഡൗട്ട് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അപ്പോഴേ എനിക്ക് ഡൗട്ട് ഫീൽ ചെയ്തതാ, ആരും പിള്ളേർ പിടുത്തക്കാരായിരിക്കും എന്ന്.